ഹലോ, അസ്സലാമലൈക്കും. വെൽക്കം ബാക്ക്. ജുബീസ് വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ ഇന്ന് നമുക്ക് നമ്മുടെ തലേ ദിവസത്തെ പാർട്ട് 3 പരിപാടിയിലേക്കാണ് പോകുന്നത്. അപ്പൊ ഹൗസ് വാമിങ്ങിന്റെ ഒരുപാട് കാര്യങ്ങളായിട്ട് ഞാൻ വ്ലോഗ് എടുത്തിട്ടുണ്ട്. അപ്പൊ കുറച്ച് വഴിയായിട്ട് നിങ്ങൾക്ക് ഞാൻ പരിചയപ്പെടുത്തി തരാം. അപ്പൊ നമ്മൾ തലേ ദിവസത്തെ കുറച്ച് വിശേഷങ്ങളെ ഒന്ന് കണ്ടാലോ. അപ്പൊ അതിലേക്കൊന്ന് പോവാട്ടോ, വരും. അങ്ങനെ നമ്മുടെ പുതിയ വീട്ടിലെ വിശേഷങ്ങൾ കണ്ടാലോ. അപ്പോൾ ഇതാ നമ്മുടെ പന്തലൊക്കെ ഇട്ട് ഇവിടെ സെറ്റ് ആക്കിയിട്ടുണ്ട്. നല്ല രീതിയിൽ അവർ ആ പന്തൽ വർക്കൊക്കെ ക്ലിയർ ആക്കി ചെയ്തിട്ടുണ്ട്. പിന്നെ കുറച്ച് ചെടികളൊക്കെ നട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതെല്ലാം നമ്മൾ ചട്ടിയിലൊക്കെ ആക്കി വെച്ചിട്ടുണ്ട്. ഇനി ഓരോ ഭാഗങ്ങളായിട്ട് അത് സെറ്റ് ചെയ്ത് വെക്കാനുണ്ട്. പിന്നെ നമ്മുടെ ഫർണിച്ചറും സാധനങ്ങളൊക്കെ എത്തി കഴിഞ്ഞിട്ടുണ്ട്. ബെഡും കട്ടിലൊക്കെ സെറ്റാക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ബെഡെല്ലാം പുറത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഉള്ളിൽ ക്ലീനിങ് ഒക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. പിന്നെ ഇത് അവിടെ കുറച്ച് കലാത്തിയൻ്റെ കുറച്ച് ചെടികൾ ഐറ്റംസൊക്കെ നമ്മൾ വെച്ചിട്ടുണ്ട്. അപ്പോൾ വീടിൻ്റെ ഫ്രണ്ടിൽ വിൻഡോൻ്റെ ഫ്രണ്ടിലൊക്കെ ആയിട്ടാണ് നമ്മൾ കലാത്തിയ വെച്ചിട്ടുണ്ട്. നല്ല ഭംഗിയുണ്ട് കേട്ടോ കാണാൻ. മാഷാ അല്ലാ, ബൈത്തുൽ ജന്ന എന്നാണ് നമ്മുടെ വീടിൻ്റെ പേര് വന്നിട്ടുള്ളത്. എൻ്റെ ഒരു വലിയൊരു സ്വപ്നമായിരുന്നു കേട്ടോ നമുക്ക് വീടിനൊരു പേര് വേണമെന്ന്. അപ്പോൾ ഇതാ നമ്മൾ സെലക്ട് ചെയ്ത പേരാണ്. എൻ്റെ മോനും ഞാനും കൂടി സെലക്ട് ചെയ്തതാണ്. അപ്പോൾ ഇതാ നമ്മൾ ഈ ഒരു വാളിലാണ് ഇവിടെ സെലക്ട് ചെയ്ത് വെച്ചിട്ടുള്ളത്. അപ്പോൾ ഇനി ഇതൊന്നും ഇവിടെ സെറ്റ് ആക്കണം കേട്ടോ. അപ്പോൾ നമ്മുടെ ബൈത്തുൽ ജന്ന എന്നുള്ള ഈ നെയിം എല്ലാവർക്കും ഇഷ്ടമായിട്ടോ. അപ്പോൾ നമ്മുടെ ബൈത്തുൽ ജന്ന എന്ന് പറഞ്ഞാൽ സ്വർഗീയ ഭവനം എന്നാണ്. അപ്പോൾ അത് എൻ്റെ മോനിൻ്റെ ഒരു സെലക്ടിങ് ആയിരുന്നു കേട്ടോ ഈ ഒരു പേരിൻ്റെ ഈ ഒരു നെയിം കണ്ടെത്തുന്നത്. അപ്പോൾ മാഷാഅല്ലാഹ് എല്ലാവർക്കും പിന്നെ ഇതൊക്കെ ഒന്ന് ഞാൻ കാണിച്ചു കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ ഭയങ്കര ഇഷ്ടമായി, ഇക്കൊക്കെ ഭയങ്കര ഇഷ്ടമായിരുന്നു. പിന്നെ നമ്മുടെ ഈ ഒരു ബൈത്തുൽ ജന്ന എന്നുള്ള ഈ നെയിം നമ്മളവിടെ സെറ്റ് ചെയ്യുന്നതൊന്ന് കണ്ടാലോ. മതി അപ്പോൾ രജിഷേട്ടനാണ് നമ്മുടെ ഈ ഒരു വർക്ക് നമ്മൾ ഏൽപ്പിച്ചതും. അതുപോലെ നമ്മൾക്ക് മാമൻ്റെ മോനാണ് ഇത് ചെയ്തു തന്നിട്ടുള്ളത് കേട്ടോ. അപ്പോൾ അവരാണ് നമ്മൾക്ക് ഇതൊക്കെ സെറ്റാക്കി തന്നത്. നമ്മൾ പേര് പറഞ്ഞു കൊടുത്ത് അങ്ങനെ നമ്മൾ നെയിമും കാണിച്ചു കൊടുത്തു. അപ്പോൾ അവർ സെറ്റാക്കി തന്നു. അപ്പോൾ രജിഷേട്ടൻ നമ്മൾ പണിക്കാരനാണ് കേട്ടോ. നമ്മൾ പ്ലംബിങ്ങും വയറിങ് ഒക്കെ കഴിച്ച് തന്ന ഒരാളാണ്. പെട്ടെന്ന് എല്ലാ ഹെൽപ്പിനും ആൾ പെട്ടെന്ന് ഓടിയെത്തുന്ന ഒരാളാണ് കേട്ടോ. പാവാണ് ആൾ. അപ്പോൾ നമ്മളെല്ലാ കാര്യങ്ങളും പെട്ടെന്ന് സെറ്റ് ചെയ്ത് തരും കേട്ടോ. അപ്പോൾ നമ്മൾ എല്ലാ കാര്യങ്ങൾക്കും ആൾ തന്നെയാണ് നമ്മൾക്ക് എല്ലാം ഹെൽപ്പ് ചെയ്ത് തന്നിട്ടുള്ളത്. അങ്ങനെ നമ്മുടെ ഈ ഒരു സ്റ്റെപ്പിൻ്റെ ഒരു വാളിലാണ് നമ്മൾ ഈ ഒരു ഫ്ലവർ ഫ്രെയിം കൊടുത്തിട്ടുള്ളത് കേട്ടോ. നല്ല രസമുള്ള നല്ലൊരു ഫ്രെയിമാണ്. നമ്മുടെ ഫ്ലിപ്കാർട്ടിൽ നിന്നാണ് ഞാനിത് വാങ്ങിയിട്ടുള്ളത്. അപ്പോൾ ഇതൊരു ചെയ്യുന്ന സ്റ്റൈൽ എന്ന് പറഞ്ഞാൽ ഒരു ഫ്ലവർ ഷേപ്പിൽ തന്നെ നമ്മൾ കൊടുക്കുകയും വേണം കേട്ടോ. അപ്പോൾ ഞാനിത് റൗണ്ട് ഷേപ്പിലാണ് ഇത് കൊടുത്തിട്ടുള്ളത്. നമുക്ക് പല സ്റ്റൈലിലും വെക്കാം. ഞാൻ ഇതൊരു റൗണ്ട് ഷേപ്പിലൊക്കെ കൊടുത്തിട്ടുള്ളൂ. അപ്പോൾ നല്ല ഭംഗിയുണ്ടായിരുന്നു കേട്ടോ കാണാൻ. പിന്നെ നമ്മുടെ രജിഷേട്ടനാണ് എല്ലാം ഹെൽപ്പ് ചെയ്തിട്ടുള്ളത് കേട്ടോ. അങ്ങനെ അതെല്ലാം സെറ്റ് ചെയ്ത് കഴിഞ്ഞു. പിന്നെ ഡൈനിങ് ഹാളിലേക്ക് വന്നപ്പോൾ നമ്മുടെ ഹസ്ബൻഡിൻ്റെ ഉപ്പിൻ്റെ വകയാണ് കേട്ടോ ഈ മേശയും ചെയറും. പിന്നെ വൈറ്റ് ഗ്രാനൈറ്റാണ് ഇതിൽ മുകളിൽ നമ്മൾ വെച്ചിട്ടുള്ളത്. പിന്നെ സോഫയും പിന്നെ നമ്മളെ മാസ്റ്റർ ബെഡ്റൂമിലേക്ക് കട്ടിൽ ബെഡൊക്കെ ഹസ്ബൻഡിൻ്റെ ഉപ്പിൻ്റെ ഒരു ഗിഫ്റ്റാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ കോട്ടിയാടിൻ്റെ താഴായിട്ട് നമ്മളിതാ കോട്ടിയാടിൽ കുറച്ച് ചെടികളൊക്കെ നമ്മൾ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ടാ നമ്മൾ ആർട്ടിഫിഷ്യൽ ഗ്രാസും ബബിൾസൊക്കെ ആയിട്ട് നല്ല ഭംഗിയോടെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. അടിപൊളിയായിട്ടുണ്ട് കേട്ടോ. നല്ല രസമായിട്ട് നമ്മൾ ചെയ്തിട്ടുണ്ട്. പിന്നെ അത് അവിടെ ഈ ഒരു കാണുന്ന ചെടികളൊക്കെ നാച്ചുറൽ ചെടിയാണ് കേട്ടോ. നമ്മുടെ ചേമ്പ് ഐറ്റംസിലൊക്കെ വരുന്ന നല്ല പുള്ളി ചേമ്പ് ഐറ്റംസൊക്കെ വരുന്ന ഒരു ചെടികളാണ് കേട്ടോ. പിന്നെ ഉമ്മ ഇങ്ങനെ ചെടി വാങ്ങി തന്നിട്ടുണ്ട്. ഞാനും ഒരുപാട് ചെടി വാങ്ങിയിട്ടുണ്ട് കേട്ടോ. പിന്നെ ഇതാ നമ്മുടെ നല്ല ഭംഗിയേറിയ ഈ ഒരു ചെടീൻ്റെ പേരാണ് മോണിസ്ട്ര എന്നാണ് പറയല് കേട്ടോ. നല്ല അടിപൊളി ഐറ്റമാണ് ഇത്. നമ്മൾക്ക് പുറത്തൊക്കെ ഭയങ്കര റേറ്റാണ് കേട്ടോ ഈ ചെടി. ഇതിൻ്റെ ഒരു ഭംഗി എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ലീഫാണ് കേട്ടോ. അപ്പോൾ കട്ട് ചെയ്ത് വന്നിട്ടുള്ള നല്ലൊരു ലീഫാണ് ഇതിൻ്റെ ഒരു ഭംഗി കിട്ടുന്നത്. കണ്ടോ, അടിപൊളിയാണ് കേട്ടോ ഈ ഒരു ചെടി. അപ്പോൾ ഇത് നമ്മുടെ പറമ്പിൽ നിന്നാണ് കിട്ടിയിട്ടുള്ളത്. ശരിക്കും പറഞ്ഞാൽ പറമ്പിലൊന്നും ഇങ്ങനത്തെ ഒരു ചെടികളൊന്നും ഉണ്ടാവില്ല. പക്ഷേ ഒരു അത്ഭുതമായിട്ടുണ്ടായിട്ടുള്ളൊരു ഐറ്റമാണ് ഇട്ടത്. അപ്പോൾ ഇത് എവിടെ നിന്നാണ് കിട്ടിയത്, എങ്ങനെ എടുത്തത് എന്നൊക്കെ നമുക്കന്ന് കണ്ടാലോ.
അങ്ങനെ ഇതാ നമ്മുടെ ഈ മോണിസ്ട്ര എന്ന് പറഞ്ഞ ചെടി ഇതാ ഈ മരത്തുമ്മലാണ് കേട്ടോ. നമ്മൾ വീടിൻ്റെ തൊട്ടടുത്തുള്ള പറമ്പിലാണ്. അപ്പോൾ ഞാൻ എപ്പോഴും കാണുമ്പോൾ അത് പറിക്കണം എന്ന് ഇങ്ങനെ വിചാരിക്കും. അപ്പോൾ ഇൻഷാല്ലാ നമ്മൾ ഹൗസ് വാമിംഗ് ഒക്കെ വരുമ്പോൾ എടുക്കാമെന്ന് വിചാരിച്ച് ഇങ്ങനെ വെച്ചതാണ് കേട്ടോ. പക്ഷെ നമ്മളെ ഹസ്ബൻഡ് ഫ്രണ്ട് നമുക്ക് ഇതൊക്കെ എടുത്ത് തന്ന് നമ്മളെ ഹെൽപ്പ് ചെയ്തിട്ടോ. മാഷാല്ലാ ഇതിൻ്റെ ഒരു ഭംഗി എന്ന് പറഞ്ഞാൽ കണ്ടോ, ഇതിൻ്റെ ഒരു ലീഫാണ്. പിന്നെ ഞാൻ നെറ്റിലടിച്ച് നോക്കിയപ്പോൾ ഇതിൻ്റെ ശരിക്കും പേര് മോണിസ്ട്ര എന്നുള്ളത് നമുക്ക് കിട്ടിയത് കേട്ടോ. ഇത് പുറം രാജ്യങ്ങളിലൊക്കെ ഭയങ്കര ഫേമസ് ആയിട്ടുള്ള ചെടിയാണ്. നല്ല റേറ്റാണ് ഇതിന്. പുറത്ത് കടയിലൊക്കെ ഞങ്ങളുടെ ഫാമിലിയുടെ ഫ്ലവർ സിറ്റി എന്നുണ്ട് ഞങ്ങൾ കടയിലൊക്കെ ഞാൻ ചോദിച്ചു, അവിടെ ഉണ്ടായിരുന്നു. അവിടെയൊക്കെ ഭയങ്കര റേറ്റാണ് അവർ പറഞ്ഞത്. പക്ഷെ നല്ലൊരു ഭംഗി കിട്ടുന്നൊരു ചെടി കേട്ടോ. അപ്പോൾ നമ്മളത് ഒരുപാട് എടുത്തിട്ടുണ്ട്. ഞാൻ അവനോട് എടുക്കുമ്പോൾ തന്നെ കട്ട് ചെയ്യാതെ നല്ല രീതിയിൽ എനിക്ക് വലിയ പീസായിട്ട് തന്നെ കിട്ടണമെന്ന് പറഞ്ഞിട്ടാണ് ഞങ്ങൾ എല്ലാം നോക്കി ശ്രദ്ധിച്ചിട്ടാണ് നമ്മൾ ഈ ഒരു ഐറ്റം എടുത്തിട്ടുള്ളത് കേട്ടോ. അങ്ങനെ നമ്മൾ മോണിസ്റ്റർ ഇവിടെ സെറ്റ് ചെയ്ത് വെച്ചിട്ടോ. പിന്നെ നമ്മുടെ ഈ ഒരു മോണിസ്റ്റർ ഔട്ട്ഡോർ ആക്കി വെക്കുന്ന ഒരു പ്ലാന്റ് ആണ്. എപ്പോഴും വെള്ളമൊന്നും ഒഴിക്കേണ്ട, തണൽ മതി കേട്ടോ. അങ്ങനെ നമ്മൾ കുറച്ച് ലൈറ്റൊക്കെ പിന്നെ നമ്മൾ സെറ്റ് ചെയ്തു. മാഷാല്ലാ അടിപൊളി കുറേ ലൈറ്റൊക്കെ വെച്ചിട്ട് ക്ലിയർ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതൊക്കെ ഒന്ന് കത്തിച്ച് നോക്കുകയാണ്. അപ്പോൾ വാം കളറിലും അതുപോലെ നമ്മൾ പർപ്പിൾ കളറിലൊക്കെ ഉണ്ടായിരുന്നു, ഗോൾഡ് കളറിലൊക്കെ ആയിട്ട് കുറച്ച് അങ്ങനെ ലൈറ്റസ് ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ നമ്മളൊന്ന് ക്ലിയർ ചെയ്ത് നോക്കുകയാണ്. പിന്നെ മീഷോന്ന് വാങ്ങിയ കുറച്ച് പ്രൊഡക്റ്റുകളും ഉണ്ട് കേട്ടോ. പിന്നെ നമ്മൾ ഹാങ് ലൈറ്റൊക്കെ ഇതാ ഇവിടെയൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ നമ്മുടെ വീട്ടിൽ പ്രൊഫൈൽ ലൈറ്റൊക്കെ ചെയ്തിട്ടുണ്ട്. നമ്മൾ സ്റ്റെപ്പുമിൽ ഇങ്ങനെ ഓടിപ്പോണ ലൈറ്റൊക്കെ വെച്ചിട്ടുണ്ട്. പിന്നെ വാളിലൊക്കെ ചെയ്തിട്ടുണ്ട്, പാർട്ടിഷൻ വാളിലും കൊടുത്തിട്ടുണ്ട് കേട്ടോ. നല്ല ഭംഗിയുണ്ട് കാണാൻ. മാഷാല്ലാ അടിപൊളിയായിരുന്നു കേട്ടോ. നമ്മൾ പ്രൊഫൈൽ ലൈറ്റൊക്കെ ചെയ്തതെല്ലാം കഴിഞ്ഞപ്പോൾ അങ്ങനെ സിറ്റ് ഔട്ടിൽ വന്നപ്പോൾ ഇതാ അടിപൊളി ചെയറൊക്കെ ഇവിടെ വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾക്ക് ഈ ഒരു ഗിഫ്റ്റ് തന്നിട്ടുള്ളത് എൻ്റെ മൂന്നാമത്തെ സിസ്റ്ററായിട്ടുള്ള അസ്മയാണ് കേട്ടോ. അപ്പോൾ അവളൊരു ഗിഫ്റ്റാണ് ഇത്. നമ്മുടെ 2 ചെയറാണ് സിറ്റ് ഔട്ടിൽ നമ്മൾ സെറ്റ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നല്ല അടിപൊളിയായിട്ടുള്ള ചതുരം ടൈപ്പിൽ വരുന്ന നല്ലൊരു അടിപൊളി മോഡലാണ് കേട്ടോ. ഇപ്പോഴത്തെ മോഡലാണ് നമ്മൾ ആ ചെയർ സെറ്റ് ചെയ്തിട്ടുള്ള തന്നിട്ടുള്ളത്. മാഷാല്ലാ അടിപൊളിയാണ്. അപ്പോൾ അതിൻ്റെ കൂടെ തന്നെ അവൾ എനിക്കൊരു സർപ്രൈസ് ആയിട്ട് തന്നെ ഒരു ഊഞ്ഞാല അവൾ തന്നിട്ടുണ്ട് കേട്ടോ. ഇതായൊരു കൊട്ട ഊഞ്ഞാലയാണ്. പിന്നെ ഇതിൻ്റെ കുഷ്യനൊക്കെ ആയിട്ട് വരുന്നൊരു ഊഞ്ഞാല. കുഷ്യൻ നല്ല സോഫ്റ്റാണ് കേട്ടോ. പിന്നെ എൻ്റെ എനിക്കൊരു സർപ്രൈസ് ആയിട്ട് തന്നിട്ടുള്ളൊരു ഊഞ്ഞാലയാണ് കേട്ടോ. എനിക്ക് ഊഞ്ഞാലൊക്കെ ഭയങ്കര ഇഷ്ടമെന്നുള്ളത് അവൾക്ക് അറിയാം. പക്ഷെ ഞാൻ ഒട്ടും പ്രതീക്ഷിക്കാതെയാണ് ഈ ഒരു ഗിഫ്റ്റ് എനിക്ക് അവൾ കൈമാറിയത് കേട്ടോ. മാഷാല്ലാ ഇത്തമാരെല്ലാവരും കൊടുന്ന ഗിഫ്റ്റൊക്കെ അടിപൊളിയാണ്. ഇനി നമ്മുടെ ഈ ഒരു ഊഞ്ഞാല ഇനി നമുക്ക് മുകളിൽ ബാൽക്കണിയിൽ സെറ്റ് ചെയ്യാനുണ്ട് കേട്ടോ. അപ്പോൾ അത് സെറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടൊക്കെ ഞാൻ കാണിക്കേണ്ട വ്ളോഗിലൊക്കെ. പിന്നെ ഇതാ അടിപൊളിയാണ് ഇതിൻ്റെ കളറൊക്കെ കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ചങ്ങല ഐറ്റംസൊക്കെ ഉണ്ട്. അങ്ങനെ അതെല്ലാം സെറ്റ് ആക്കട്ടെ. ഇനി നമ്മുടെ മൂത്ത സിസ്റ്റർ ഗിഫ്റ്റാണ് കേട്ടോ. എൻ്റെ മൂത്ത സിസ്റ്റർ പേര് സബിന എന്നാണ്. അപ്പോൾ അവളൊരു ഗിഫ്റ്റാണ് ഈ ഒരു വാഷിംഗ് മെഷീൻ കേട്ടോ. അടിപൊളിയായിട്ടുള്ള സാംസങ്ങിൻ്റെ അടിപൊളി വാഷിംഗ് മെഷീനാണ്. പിന്നെ നമുക്ക് എല്ലാ ഐറ്റംസ് ഇതിൽ വാഷ് ചെയ്തെടുക്കാം കേട്ടോ. 8 കിലോനായതുകൊണ്ട് നമുക്ക് ബ്ലാങ്കറ്റും കംഫർട്ടും പുതപ്പ് ഐറ്റംസ് എല്ലാം നമുക്ക് വാഷ് ചെയ്തെടുക്കാം. പിന്നെ ഇത്തടെ വക ഇതിൻ്റെ കൂടെ തന്നെ ഒരു ഗെറ്റിലും വരുന്നുണ്ട് കേട്ടോ. പലഹാര ഐറ്റംസ് എല്ലാം കൂടി അങ്ങനെയൊക്കെ കുറേ സാധനങ്ങൾ അവർ കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇത്തമാരെല്ലാവരും. പിന്നെ ഓൾമോസ്റ്റ് നമ്മളെ വീട്ടിൽ നിന്ന് ഒരുപാട് ഐറ്റംസ് ഉമ്മയുടെ ഇത്തയുടെ എല്ലാവരും ഗിഫ്റ്റുകളും ഒരുപാടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മളെ ഹസ്ബൻഡിൻ്റെ വീട്ടിൽ നിന്നുണ്ട് കേട്ടോ. അപ്പോൾ മാഷാല്ലാ എല്ലാവരും കൂടിയായിട്ട് നമ്മളെ വീടൊക്കെ അടിപൊളിയായിട്ട് എല്ലാ കാര്യങ്ങളും ചെയ്ത് തന്നു കേട്ടോ. അപ്പോൾ മുകളിൽ 2 റൂമുണ്ട്. അപ്പോൾ അത് നമ്മൾ ഒരു റൂമിൽ ഇവിടെ സെറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടോ. അപ്പോൾ ഇനി ഈ കാണുന്ന റൂമിൽ നമ്മളിതാ ബെഡും എല്ലാ സാധനങ്ങളും ഇവിടെ വെച്ചിട്ടുണ്ട്. ഇനി അതൊന്നും സെറ്റ് ചെയ്യാനുണ്ട്. അപ്പോൾ ഇനി കട്ടിൽ ഒന്ന് സെറ്റ് ചെയ്തിട്ട് നമുക്ക് ഈ ബെഡൊക്കെ ഒന്ന് അതിലേക്ക് വെക്കാനുണ്ട് കേട്ടോ. അപ്പോൾ അതും കൂടിയൊക്കെ ഒന്ന് സെറ്റ് ചെയ്യാനുണ്ട്. അങ്ങനെ നമ്മുടെ ബാത്റൂമുകളിലെല്ലാം നമ്മളിത് ഓരോ സാധനങ്ങൾ സെറ്റ് ചെയ്ത് വെച്ചിട്ടോ. അപ്പോൾ നമ്മൾ ഓൾറെഡി നമുക്ക് ഒരു 5 ബാത്റൂം വരുന്നുണ്ട്. ഓരോ അറ്റാച്ച് ചെയ്തിട്ടുള്ള ബാത്റൂമും കോമൺ ബാത്റൂമും പുറത്ത് ബാത്റൂമൊക്കെ വരുന്നുണ്ട്. അപ്പോൾ എല്ലാ ബാത്റൂമിലും ഓരോ സാധനങ്ങളും കൊണ്ടുവച്ചു ഇതൊക്കെ സെറ്റ് ചെയ്ത് കേട്ടോ. പിന്നെ ഈ കാണുന്ന ഓരോ ടോളി ബാഗിലും മീഷോൻ്റെയും ഫ്ലിപ്കാർട്ടിൻ്റെയും ഓരോ ഐറ്റംസ് ആണ് കേട്ടോ. പിന്നെ നിസ്കരിക്കാൻ വേണ്ടിയിട്ട് ഞങ്ങളിതാ നിസ്കരി പാലൊക്കെ നിർത്തി വെച്ചു. ഇനി ഞങ്ങൾ പോവുകയാണ് തറവാട്ട് വീട്ടിലേക്ക്. അപ്പോൾ ഇതാ എല്ലാവരും കുട്ടീസും മിത്തമാരും ഉമ്മയും എല്ലാവരും കൂടി തറവാട്ട് വീട്ടിലേക്ക് പോവുക കേട്ടോ. അപ്പോൾ എല്ലാം കഴിഞ്ഞപ്പോൾ നേരം നൈറ്റിൽ 2 മണിയോടടുത്തായി നമ്മൾ വീട്ടിൽ നിന്ന് ഒക്കെ സെറ്റ് ചെയ്ത് വന്നപ്പോൾ കേട്ടോ. അങ്ങനെ തറവാട്ട് വീട്ടിലെത്തി ഒന്ന് ഫ്രഷൊക്കെ ആയിട്ട് ഇതാ ഞങ്ങൾ പലഹാരങ്ങളൊക്കെ ഉണ്ടാക്കാൻ ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ കിച്ചണിലേക്ക്. അപ്പോൾ എനിക്കൊരു ഭയങ്കര ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു. എൻ്റെ
വീടാകുമ്പോൾ ഹൗസ് വാമിൻ്റെ സമയത്ത് എൻ്റെ കൈ കൊണ്ട് എനിക്ക് ഒരുപാട് പലഹാരങ്ങളൊക്കെ ഉണ്ടാക്കുന്നൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. അപ്പോൾ മാഷാ അല്ലാ ഞാൻ തന്നെയാണ് ഉണ്ടാക്കുന്നത്. ഞാനൊരു 6 ഐറ്റം പലഹാരങ്ങളൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ, നമ്മൾ ചായൻ്റെ സമയത്തൊക്കെ വെക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ നമ്മൾ മുട്ടസുർക്കൊക്കെ വേണ്ടിയിട്ട് മുട്ടകളൊക്കെ പൊട്ടിച്ച് വെച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ ഏലക്ക ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഏലക്ക നമ്മൾ അത്യാവശ്യം നമ്മൾ ചായ പരിപാടിക്ക് വേണ്ടിയിട്ട് പലഹാരങ്ങളൊക്കെ ഉണ്ടാക്കുന്നത്. അപ്പോൾ അത്യാവശ്യം ഒരു ക്വാണ്ടിറ്റിയിലാണ് ഉണ്ടാക്കുന്നത് കേട്ടോ. ഫാമിലിയിൽ എല്ലാവരും വരുന്നുണ്ട്, പിന്നെ അതുപോലെ ഉസ്താദുമാരൊക്കെ വരുന്നല്ലേ ചായക്ക്, അപ്പോൾ അവർക്കൊക്കെ വേണ്ടിയിട്ടാണ് നമ്മളിത് വെക്കുന്നത് കേട്ടോ. ആ ഒരു സമയത്ത് പലഹാരങ്ങൾ ഞാൻ മാത്രമല്ല ഉണ്ടാക്കുന്നത്, എൻ്റെ ഇത്തയുടെ വീട്ടിൽ നിന്നൊക്കെ കൊണ്ടുവരുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇത്തയുടെ മക്കളെല്ലാവരും കൂടിയൊക്കെ ആയിട്ട് എന്നെ ഹെൽപ്പും ചെയ്യുന്നുണ്ട് കേട്ടോ. അങ്ങനെ ഏലക്കൊക്കെ ഇട്ട് നന്നായിട്ട് ഏലക്കയും പഞ്ചസാരയൊക്കെ ഇട്ട് പൊടിച്ചിട്ട് നമ്മൾ അതിൻ്റെ ഒരു മിക്സാണ് നമ്മൾ ഇതിലേക്ക് ഇനി ഇട്ട് കൊടുക്കുന്നത് കേട്ടോ. എന്നിട്ട് നന്നായിട്ട് ഒന്ന് ബീറ്റ് ചെയ്തിട്ടാണ് നമ്മൾ ആവിലേക്ക് വേവിക്കുന്നത് കേട്ടോ. അപ്പോൾ സ്റ്റീം ചെയ്താൽ മാത്രമേ നന്നായിട്ട് വെന്ത് വരുള്ളൂ. എന്നിട്ട് ബാക്കിയുള്ള വിശേഷങ്ങൾ കാണാം. അങ്ങനെ ഞാൻ മറ്റുള്ള ഐറ്റംസൊക്കെ അവിടെ നോക്കുമ്പോൾ ഇത്തയുടെ മക്കൾ എന്നെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട് കേട്ടോ. അവർ ബീറ്റ് ചെയ്ത് കൊണ്ടിരിക്കുകയാണ്. പിന്നെ നമ്മുടെ മുട്ടൻ്റെ മഞ്ഞ നമ്മളിതാ വേറൊരു പലഹാരം ഉണ്ടാക്കും അതിലേക്ക് എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഈ ഒരു മുട്ട സുർക്കൽക്കും മഞ്ഞയും കൂടി ഇങ്ങനെ ആഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഇതിലൊരു നമുക്കൊരു ഫ്ലോപ്പ് ആയപ്പോൾ അത് ഒരു രസമായിട്ട് വന്ന ഒരു സംഭവം കൂടി ഉണ്ട് കേട്ടോ. അങ്ങനെ മുട്ടയൊക്കെ ബീറ്റ് ചെയ്ത് ഞങ്ങളിങ്ങനെ പാത്രത്തിലേക്ക് ഒഴിച്ച് വെച്ചതുണ്ടായിരുന്നു കേട്ടോ. പക്ഷേ ഇതിൻ്റെ സ്പീഡിൻ്റെ ഇതിൽ ഞാനിങ്ങനെ ഓരോ പലഹാരങ്ങൾ ഉണ്ടാക്കില്ലേ, അപ്പോൾ ബീറ്റ് ചെയ്ത് വെച്ച മുട്ട സുർക്കയിലേക്ക് 1 കപ്പ് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടോ. ഓർമ്മയില്ലാതെ ചെയ്തു പോയതാണ്. പക്ഷേ ഞാൻ ആകെ പേടിച്ചുപോയി, റബ്ബേ കൊളാവോ എന്താവോ സംഭവം എന്ന്. മാഷാ അല്ലാ എൻ്റെ മനസ്സിലൊരു ആഗ്രഹം ഉണ്ടായിട്ടുണ്ടല്ലോ, അതെനിക്ക് റബ്ബ് നല്ല നമ്മൾ വിചാരിച്ചതിനെക്കാട്ടി ഉഷാറാക്കി തന്നു കേട്ടോ. കാരണം നമ്മൾ വെള്ളം ഒഴിച്ച് കഴിഞ്ഞാൽ മുടൻ്റെ ബാറ്റർ ലൂസ് ആവില്ലേ ചെയ്യുള്ളൂ. പക്ഷെ ഞങ്ങൾ അതിലേക്ക് പാൽപ്പൊടി ഇട്ട് ചെയ്തപ്പോൾ മാഷാ അല്ലാ നമ്മളെ മുട്ട സുർക്ക ഒരു വെറൈറ്റി ടേസ്റ്റിലാണ് നമുക്ക് കിട്ടിയത് കേട്ടോ. അങ്ങനെ നമ്മുടെ മുട്ടസുർക്കൊക്കെ എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമായി. നല്ല ടേസ്റ്റൊക്കെ ഉണ്ടായിരുന്നു, ഒരു വെറൈറ്റി ആയിട്ട് ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. അതിൻ്റെ പാൽപ്പൊടിയൊക്കെ ഇട്ടപ്പോൾ നല്ല അടിപൊളിയായിരുന്നു അതിൻ്റെ ഫ്ലേവറൊക്കെ. പിന്നെ എല്ലാവർക്കും ഇഷ്ടമായി കേട്ടോ. പിന്നെ നമ്മുടെ ചുറ്റി പൊരിച്ചതാണ് ഇപ്പോൾ ഉണ്ടാക്കുന്നത്. അപ്പോൾ അങ്ങനെ ഓരോ ഐറ്റംസ് ഇങ്ങനെ സ്പീഡിൽ ചെയ്തുകൊണ്ടിരിക്കട്ടോ. 2 മണിക്ക് ഞാൻ നിന്ന് ചെയ്തിട്ട് സുബഹി 4 മണി വരെ ഇങ്ങനെ ഉറങ്ങിയിട്ട് പോലില്ല, അതുവരെ നിന്ന് വർക്ക് ചെയ്യണമെന്ന് കിച്ചണിൽ കേട്ടോ. പിന്നെ കുട്ടീസാരൊക്കെ കുറച്ചൊക്കെ ഒന്നൊരു ഹെൽപ്പ് ചെയ്തു, പിന്നെ അവർ ഉറങ്ങാൻ പോയി. പിന്നെ ഞാൻ ഒറ്റയ്ക്കാണ് ചെയ്തത് കേട്ടോ. പിന്നെ പുറത്ത് നമ്മളെ പണ്ടാരികളെല്ലാം അവർ ഒരാളത്തെ പരിപാടികളെല്ലാം ഐറ്റംസൊക്കെ ഉണ്ടാക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഞാനിവിടെ കിച്ചണിൽ ഒറ്റയ്ക്ക് എൻ്റെ ഐറ്റംസൊക്കെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇതാ നമ്മളൊന്ന് അതിൻ്റെ ബാറ്ററി ഒന്ന് ലൂസായപ്പോൾ ഒന്ന് ടൈറ്റാക്കി ഒന്ന് ചെയ്യുകയാണ്. അപ്പോൾ നമ്മൾ ചുറ്റിപ്പൊരിച്ചതൊക്കെ ഇവിടെ അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ മാഷാ അല്ലാ ഓൾമോസ്റ്റ് നമ്മൾ പലഹാരങ്ങളൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞപ്പോൾ എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമായി. ഒരുപാട് ആൾക്കാർക്ക് എത്തിക്കഴിയാനും പറ്റിയ നല്ല രീതിയിൽ ക്വാണ്ടിറ്റിയിലാണ് ഞാൻ ഉണ്ടാക്കിയിട്ടുള്ളത് കേട്ടോ. നമുക്ക് ഒരുപാട് ആൾക്കാർക്ക് തിന്നാനും വേണ്ടിയിട്ടുള്ളതും ഉണ്ടായിരുന്നു കേട്ടോ. ഉസ്താദുമാർക്കും ഫാമിലി എല്ലാവർക്കും കഴിക്കാൻ വേണ്ടിയിട്ടുള്ള അത്രത്തോളം ഞാൻ ഉണ്ടാക്കിയും ചെയ്തിട്ടുണ്ടായിരുന്നു. 2 മണിക്ക് സ്റ്റാർട്ട് ചെയ്താണ് നമ്മൾ കിച്ചണിലെ വർക്കൊക്കെ. അപ്പോൾ ഇത് 3:45 നമ്മളിവിടെ കഴിഞ്ഞിട്ടില്ല കേട്ടോ. അപ്പോൾ നമ്മുടെ ബാറ്ററി കുറച്ച് ലൂസായിരുന്നു. അപ്പോൾ ഇങ്ങനെ അരിപ്പൊടി ഇട്ടിട്ട് സെറ്റാക്കി, എന്നാലും നല്ല ഒരു ക്രിസ്പി ആയിട്ടും ഉള്ളിൽ സോഫ്റ്റും ആയിട്ട് വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഈ ഒരു പൊടിക്കൈ നിങ്ങളൊന്ന് ചെയ്ത് നോക്കണം. ശരിക്കത് മൈദയിലാണ് വരുന്നത്, പക്ഷേ ഇത് ടൈറ്റായി നമുക്കിത് അരിപ്പൊടിയിലും ചെയ്ത് നോക്കാം കേട്ടോ. അപ്പോൾ ഇതാ മുട്ട സുർക്ക ഇവിടെ സെറ്റായിട്ടുണ്ട്. ഇത് കട്ട് ചെയ്യണം. പിന്നെ ഇതാ ഒരു പാത്രം നിറച്ച് കാസറോള് നമ്മൾ ചുറ്റിപ്പൊഴിച്ചത് സെറ്റാക്കിയിട്ടുണ്ട് കേട്ടോ. ചുറ്റിപ്പൊഴിച്ചത് ഇവിടെ സെറ്റാണ്. ഒരു കാസറോള് നിറഞ്ഞിട്ടുണ്ട്. അങ്ങനെ ഇതാ 4 മണിയോടെ നമ്മൾ എല്ലാ ഐറ്റംസും റെഡി ആയി കഴിഞ്ഞിട്ട് ഗൈസ്. അപ്പോൾ ഇതാ ഓരോന്നും ഞാനിങ്ങനെ ടേബിളിൽ വെച്ചിട്ട് കട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പിന്നെ എന്നെ ഹെൽപ്പ് ചെയ്യാൻ എൻ്റെ എളാപ്പയും കൂടി ഉണ്ട് കേട്ടോ. എളാപ്പ അലുവൊക്കെ കട്ട് ചെയ്ത് തരുന്നുണ്ട്. ഞാൻ മുട്ടസുർക്കയും കേക്കൊക്കെ ഇങ്ങനെ കട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഓൾമോസ്റ്റ് എല്ലാ പരിപാടീസും കഴിഞ്ഞു. ഇനി നമുക്ക് കുളിച്ച് ഫ്രഷ് ആയിട്ട് പുതിയ വീട്ടിലേക്ക് പോകണം. അവിടെ നമ്മുടെ ഹൗസ് വാമിൻ്റെ സമയം എന്ന് പറഞ്ഞാൽ 5 മണിക്കാണ് നമ്മൾ കയറുന്ന സമയം. ബാങ്ക് കൊടുക്കുന്ന ടൈമിലാണ് കയറണം കേട്ടോ. അപ്പോൾ അതിൻ്റെ മുന്നായിട്ട് നമ്മൾ അവിടെ എത്തും വേണം. അപ്പോൾ അവർക്ക് ചായക്കുള്ള ഈ ഒരു ഐറ്റംസും കൂടി കൊണ്ടുപോകണം കേട്ടോ. അങ്ങനെ
അങ്ങനെ കുറച്ച് ഫോട്ടോ ക്ലിപ്പൊക്കെ എടുത്ത് ഒരു ഓർമ്മക്കായിട്ട് കുറച്ചൊന്ന് എടുത്ത് വെച്ച് കേട്ടോ. നമുക്കിതൊക്കെ കഴിഞ്ഞാലും കാണല്ലോ. കുഞ്ഞു വ്ളോഗ് നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഫസ്റ്റ് ടൈം കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം. എന്നാലാണ് ഞാൻ ഇവിടുന്ന് ഓരോ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങളിലേക്ക് എത്തുകയുള്ളൂ കേട്ടോ.